വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികൾക്ക്, ആരാധ്യരായ അധ്യാപകർക്ക്, അനധ്യാപകർക്ക്, രക്ഷിതാക്കൾക്ക്, പ്രിയപ്പെട്ട കുട്ടികൾക്ക് നമസ്കാരം. ഇന്ന് ഇവിടെ കിഡ്സ് ഫെസ്റ്റിൻ്റെ ഭാഗമായി ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷം. സാധാരണ വിദ്യാലയങ്ങളിൽ, പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇത്തരം പരിപാടികൾക്ക് പോകുന്നതിന് തുടർച്ചയായി കിട്ടുന്ന റെസ്പോൺസ് ഉണ്ട്. ആ പരിപാടിയിൽ പങ്കെടുത്തവർ ഒരുപക്ഷെ ഇത്തരം പരിപാടിയുടെ വീഡിയോസ് യൂട്യൂബിലൂടെ കാണുമ്പോൾ അത് കണ്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുന്നവർ എന്ന് തുടങ്ങി പ്രോഗ്രാമിന് ശേഷമാണ് കൂടുതൽ പ്രതികരണങ്ങൾ ലഭിക്കാറുള്ളതെങ്കിൽ എനിക്ക് വളരെ അപൂർവവും മനോഹരവുമായി തോന്നിയൊരു കാര്യം, ഈ പ്രോഗ്രാമിന് ഇൻവിറ്റേഷൻ കിട്ടിയതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ ഇന്നിവിടെ പങ്കെടുക്കുന്ന സമയം വരെ ഒരുപാടധികം ആളുകളിൽ നിന്നും ഇങ്ങനൊരു പ്രോഗ്രാമിൽ വരുന്നുണ്ടല്ലേ, പങ്കെടുക്കുന്നുണ്ടല്ലേ എന്ന വിധത്തിലുള്ള ഫീഡ്ബാക്ക്സ് എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന ചില ടീച്ചേഴ്സ്, പാരൻസ് മുതൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന, ഒരുപക്ഷെ എത്തിച്ചേരാൻ പറ്റാത്തവർ മുതൽ ചാലക്കുടി റീജിയനിലൊക്കെയുള്ള ഒരുപാട് സഹൃദയരായിട്ടുള്ള ആളുകൾ മെസ്സേജിലൂടെ, വിളിയിലൂടെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അതിലെനിക്കൊരു കൗതുകം തോന്നി. അത് ഈ പ്രോഗ്രാമിൻ്റെ സംഘാടനത്തിൻ്റെ ഒരു മികവായി ഞാൻ കാണുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ സഹോദയ കോംപ്ലക്സിൻ്റെ ഒരു സംഘാടന മികവ്, കോർഡിനേഷനിലുള്ള ഒരു മേന്മയായിരിക്കാം. ഈ സ്കൂൾ CKMNS സ്കൂൾ ആതിഥ്യം അരുളുന്നതിൻ്റെ ഒരു ഗുണമുണ്ടായിരിക്കാം. പ്രഗത്ഭരായിട്ടുള്ള ഒരുപാടധികം അധ്യാപകർ, അനധ്യാപകരൊക്കെ ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗം ആയതും ആയിരിക്കാം. എന്നാൽ അതിലെല്ലാം ഉപരിയായി ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കുറേയധികം കുട്ടികളുടെ ഒരു ഒത്തുചേരൽ ഈ പരിപാടിയിലുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ഹൃദയം നിറയ്ക്കുന്ന അനുഭവമാണ് കുട്ടികളുമായിട്ട് സമയം ചെലവഴിക്കുക എന്നുള്ളത്. അവരുടെ കുരുന്ന് കൗതുകങ്ങളും കുഞ്ഞിക്കുറുമ്പുകളും കളിചിരികളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അവരിലൊരാളായി നമ്മൾ മാറുന്നു, അല്ലേ? ജീവിതത്തിൽ അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ അധ്യാപകർക്ക് ഏറ്റവും അഭിമാനം നൽകുന്ന, സന്തോഷം നൽകുന്ന കാര്യം, അല്ലെങ്കിൽ അവരെ ഏറ്റവും അധികം പ്രതീക്ഷയർപ്പിക്കുന്ന കാര്യം അവരുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ നല്ല വളർച്ച കാണുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് അവരുടെ എല്ലാ എഫേർട്ടും. നമ്മൾ പലതരം പാട്ടുകൾ കേൾക്കുമ്പോൾ, പ്രണയഗാനങ്ങൾ, വിരഹഗാനങ്ങൾ, അടിപൊളി പാട്ടുകൾ ഒക്കെ നമ്മൾ കേൾക്കും, ആസ്വദിക്കും. കുറേ കൂടെ നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന സംഗീതമായി, വരികളായിട്ട് നിറയുക പലപ്പോഴും താരാട്ട് പാട്ടുകളാണ്. താമരക്കണ്ണൻ ഉറങ്ങേണം, കണ്ണേ ഉറങ്ങുറങ്ങൂ, വാത്സല്യം നിറഞ്ഞ ഓലത്തുമ്പത്തിരുന്ന് ഉയിലാടും എന്ന പാട്ടൊക്കെ എത്ര വർഷം കഴിഞ്ഞാലും, ഉണ്ണി വാവാവോ എന്ന പാട്ടൊക്കെ നമ്മൾ ഓർക്കുന്നത് എന്തുകൊണ്ടാണ്? അടിസ്ഥാനപരമായി മനുഷ്യ മനസ്സിൽ കുഞ്ഞുങ്ങളോടുള്ളൊരു വാത്സല്യം, സ്നേഹം, അതിനെ അനുസ്മരിപ്പിക്കുന്ന പാട്ടാകുന്നു താരാട്ട് പാട്ടുകൾ അല്ലെങ്കിൽ വാത്സല്യ ഗീതങ്ങൾ എന്നുള്ളതുകൊണ്ടാണ്. അതിലെ വരികളൊക്കെ നമ്മൾ ഒരു തവണ കേട്ടാൽ മതി, മനസ്സിൽ പതിയും, പിന്നീട് ഓർക്കും. ഇപ്പോൾ ഈ അടുത്ത് ഒപ്പം എന്ന സിനിമയിൽ എൻ്റെ സുഹൃത്തു കൂടിയായ ഹരിനാരായണൻ എഴുതിയ, ലാലേട്ടൻ്റെ വളരെ ജനപ്രിയമായിട്ടൊരു സിനിമയാണ്. അതിലെ മിനുങ്ങും മിന്നാ മിനുങ്ങേ എന്ന് തുടങ്ങുന്ന പാട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, അല്ലേ? അതിൻ്റെ അനുപല്ലവിയിൽ, നീ ചിരിക്കുന്നേരം അച്ഛൻ്റെ ഉള്ളിൽ ചിങ്ങ നിലാവല്ലേ, നീ ഒന്നു വാടിയാൽ ആരാരും കാണാതെ ആ നെഞ്ചകം തേങ്ങില്ലേ, മണിമുകിലോളം മകൾ വളർന്നാലും അച്ഛൻ്റെ ഉള്ളിലെന്നും അവളൊരു താമര തുമ്പിയല്ലേ, കൊഞ്ചിക്കിടങ്ങുന്ന ചുണ്ടരി വാവയല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ അച്ഛനും, എല്ലാ അമ്മയ്ക്കും, എല്ലാ അധ്യാപകർക്കും ഇതേ ഫീലാണ്. കുട്ടികൾ വളർന്നു വലുതായി വർഷങ്ങൾക്ക് ശേഷം അവരെ വിജയകരമായിട്ടുള്ള തലങ്ങളിൽ കാണുമ്പോൾ സന്തോഷിക്കുകയാണ് രക്ഷിതാക്കളുടെ, അധ്യാപകരുടെ ഒക്കെ ഒരു മനസ്സ്. പലപ്പോഴും ജീവിതത്തിൽ പണം നേടാൻ, പ്രശസ്തി നേടാൻ, പലതും വെട്ടിപ്പിടിക്കാൻ ഉള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ ചില രക്ഷിതാക്കളെങ്കിലും മറന്നു പോകുന്നതും വിട്ടുപോകുന്നതും ഇതാണ്. എന്താണ്? അവരുടെ കുട്ടികളെ കൃത്യമായിട്ട് ഗ്രൂം ചെയ്യുന്നതിൽ, അവരെ ഏറ്റവും മികവുള്ള വിദ്യാർത്ഥികളാക്കി മാറ്റുന്നതിൽ സമയം കണ്ടെത്താത്തതിൻ്റെ പേരിൽ പിന്നീട് എന്തൊക്കെ സമ്പാദിച്ചോ അത് വന്നില്ല ജീവിതത്തിൻ്റെ സൗഖ്യത്തിന് എന്ന് നിരാശപ്പെടുന്നവരുമുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ എക്സ്റ്റേണൽ ഹാപ്പിനെസ്സിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്, അതൊക്കെ ആവശ്യവുമാണ്. ഒരു വിദ്യാർത്ഥിയെ ഒരു സ്കൂളിലേക്ക് വിടുമ്പോൾ ആ കുട്ടിക്ക് വേണ്ട ഏറ്റവും നല്ല ഉടുപ്പ്, ഏറ്റവും നല്ല ബാഗ്, അല്ലേ, അല്ലെങ്കിൽ ഏറ്റവും നല്ല ആക്സസറീസ്, പുസ്തകങ്ങൾ,
എല്ലാം നൽകിക്കൊണ്ട് അവരുടെ ഒരു എക്സ്റ്റേണൽ പേഴ്സണാലിറ്റി ഏറ്റവും ഗ്രാൻഡായിട്ട് തന്നെ നമ്മൾ പറഞ്ഞയക്കുമ്പോൾ അവരെ ഇൻറ്റേർണൽ പേഴ്സണാലിറ്റിയെ, ആന്തരിക വ്യക്തിത്വത്തെ ഏറ്റവും മികച്ചതാക്കി മാറ്റുന്നതിനുള്ള ഒരു പദ്ധതി കൂടെ നമുക്ക് വേണം. സ്കൂളിൽ പാഠ്യപദ്ധതി അഥവാ സിലബസ് ഉണ്ട്, അതിനൊരു സമയക്രമമുണ്ട്, ഓരോ ടേമിലും പഠിക്കേണ്ട വിഷയങ്ങൾ, പരീക്ഷകളെല്ലാം ഉണ്ട്. ശരിക്കും ഇത് വീട്ടിലും വേണം. പല വീടുകളിലും അതില്ല എന്നതൊരു കുറവ് കൂടിയാണ്. ഞാൻ കുട്ടികളൊക്കെ ആയിട്ട് പറ്റുന്ന വിധത്തിൽ ഇടപഴകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ നമ്മളെ അതിശയപ്പെടുത്തുന്ന, ആശ്ചര്യപ്പെടുത്തുന്ന അവരുടെ ചില ചിന്തകൾ വീണ്ടും വീണ്ടും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും. ഒരു ദിവസം ഒരു കുട്ടി ഒരു വീട്ടിൽ ഉണരുന്ന സമയത്തെക്കുറിച്ചൊരു സിലബസ് വേണം. ഉണർന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ സൂര്യോദയം അതിരാവിലെ എപ്പോഴാണോ ആ സമയത്ത് ഉണരുക എന്നുള്ളതാണ് ചെറുപ്പം മുതലേ ഞാൻ ഒക്കെ എൻ്റെ രക്ഷിതാക്കളിൽ നിന്നും പഠിച്ചിട്ടുള്ളത്. സൂര്യൻ ഉദിച്ചു വന്നു കഴിഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിലെ, ഈ പ്രകൃതിയിലെ ഇരുട്ടകന്നു കഴിഞ്ഞാൽ, വെളിച്ചം, പ്രഭാത കിരണങ്ങൾ വിതറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറങ്ങാനുള്ള ഒരു അനുവാദമില്ല. അപ്പോൾ മുതൽ ഉണർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഓരോ കുട്ടിയുടെയും ബുദ്ധി, ഭാവന, ചിന്താശേഷി, ഏകാഗ്രത അതെല്ലാം രൂപപ്പെടുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ പുതിയ തലമുറയിൽ പ്രത്യേകിച്ചും വൈകി ഉറങ്ങി വൈകി ഉണരുന്ന ശീലം സത്യത്തിൽ ഇവരുടെയൊക്കെ ഈ ആന്തരിക വ്യക്തിത്വത്തെ മികച്ചതാക്കി മാറ്റുകയല്ല ചെയ്യുന്നത്. അവരുടെ ശ്രദ്ധയും ബുദ്ധിയും ഏകാഗ്രതയും ഒക്കെ മങ്ങിപ്പോകാൻ, ചിലപ്പോൾ മയങ്ങിപ്പോകാൻ, ചിലപ്പോൾ അലസരായി മാറുവാൻ അത് കാരണമാകുന്നു. നമ്മുടെ വാത്സല്യം കൊണ്ടോ സ്നേഹം കൊണ്ടോ കുട്ടികളെ കൂടുതൽ അലസരാവാൻ അനുവദിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. സൂര്യൻ ഉദിക്കുന്ന സമയം മുതലേ പ്രവർത്തന നിരതരാവാൻ, അവരുടെ ബുദ്ധിയും മനസ്സുമൊക്കെ ഉണർന്നിരിക്കുവാൻ, ഉന്മേഷത്തോടെ, ഉത്സാഹത്തോടെ പ്രവർത്തിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നിടത്താണ് ശരിക്കും ജീവിതത്തിൻ്റെ പഠനം ഏറ്റവും വിജയകരമായി തുടരുന്നത്. അതായത് ഉള്ളൂരിൻ്റെ വിദ്യാപദ്ധതി എന്നൊരു കവിതയിൽ ഉണ്ട്, പുലർവേളയിൽ അംശുമാൻ എത്തുമ്പോൾ, സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ ഉണരണം നമ്മൾ ഓരോരുത്തരും, അല്ലേ? അകം കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിൽ എത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും സംഭവിക്കുന്നത് രക്ഷിതാക്കൾക്ക് അവരുടെ ജീവിത തിരക്കിനിടയിൽ കുട്ടികളുടെ മാനസികാവസ്ഥയിലേക്ക് ഇറങ്ങി വരാൻ, അവരുടെ കളിചിരികളിൽ ഭാഗമാകാൻ, അവരുടെ കളിക്കൂട്ടുകാരാകാൻ സാധിക്കാത്തടത്തുണ്ടാകുന്ന ഈ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് കുട്ടികൾക്ക് പലപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. നമ്മൾ അവരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ, അവരുടെ ചിന്തകളെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ, നമുക്ക് അവരിൽ ഒരാളായി മാറുന്നതാണ് ആനന്ദം എന്ന് തോന്നും. ഞാനിത് പറയാൻ കാരണം എനിക്കുണ്ടൊരു മകൻ, ആൾക്ക് 5 വയസ്സാണ്, ആൾ UKG പഠിക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ അവരെ രക്ഷിതാക്കളുടെ നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് സമീപിക്കുന്നതിലല്ല, അവരുടെ കുസൃതികളോടൊപ്പം നിന്നുകൊണ്ട് അവരെ ഏറ്റവും മികച്ചതായി മാറുവാൻ കൂട്ടുനിൽക്കുന്നതാണ് നല്ലത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി. ഞാൻ ചിലപ്പോൾ മകനോടൊപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് കാറിലിരുന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ കൂടെയുള്ള അച്ഛനോ അമ്മയോ വൈഫോ അവർക്ക് ശ്രദ്ധയെത്താത്ത ചിലയിടങ്ങളിൽ മകൻ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങോട്ട് പറയുകയാണ്. ഇപ്പോൾ ഒരു വൈപ്പർ ഓൺ ചെയ്തുകൊണ്ട് നമ്മൾ ഗ്ലാസ് ഷവർ ചെയ്യണമെങ്കിൽ, വൈപ്പ് ചെയ്യണമെങ്കിൽ, ഇപ്പോഴും എൻ്റെ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ഇത് എത്രത്തോളം അറിയുമെന്ന് എനിക്കറിയില്ല. 4 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും മകൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛാ, കാറിൻ്റെ ഫ്രണ്ടിൽ ഒരു പുതിയ ക്യാമറ വെച്ചിട്ടുണ്ടല്ലേ, ബാക്കിലും ഉണ്ടല്ലോ. ഇവന് ഈ 5 വയസ്സിൽ ഇത് പറയുമ്പോൾ അപ്പോൾ എനിക്കും ഇത് രസകരമായി തോന്നി. പിന്നെ ഞാൻ മകനെ ട്രീറ്റ് ചെയ്യുന്ന രീതി, ഇപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ചോക്ലേറ്റ്സ് കഴിക്കാൻ ഇഷ്ടമുണ്ടാവും, മധുര പലഹാരങ്ങൾ ഇഷ്ടമുണ്ടാവും, അവർക്ക് വീഡിയോ ഗെയിം കാണാൻ ഇഷ്ടമുണ്ടാവും, അവർക്ക് ടോയ്സ് ഇഷ്ടമുണ്ടാവും. ഇത് ഓരോന്നും ഞാൻ എൻ്റെ മകനെ സമ്മാനിക്കുന്നത് ഓരോ ടാസ്ക് കൊടുത്തുകൊണ്ടാണ്. ഓരോ പരീക്ഷകളിൽ വിജയിച്ച് വരുമ്പോൾ ഓരോ സമ്മാനങ്ങൾ. അപ്പം മകനും ഇഷ്ടമാണ്. അതിലൊരു മത്സരബുദ്ധി ആരോഗ്യകരമായി കൊടുക്കുമ്പോൾ ഓരോ വിഷയങ്ങളെയും എനിക്കിത് പറഞ്ഞാൽ, ഇത് ഓർത്താൽ അതിന് സമ്മാനം കിട്ടും, അതുകൊണ്ട് ഞാനിത് കൂടുതൽ ശ്രദ്ധിക്കണം എന്നൊരു ഉപബോധം കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാവുകയാണ്. അത്തരത്തിൽ കുട്ടികളെ ഗ്രൂം ചെയ്യുന്നതിൽ, അത്തരത്തിൽ അവരെ മികച്ചതാക്കി മാറ്റുന്നതിന് ഏറ്റവും നല്ല മാതൃകയായിട്ടുള്ള ഒരു വിദ്യാലയമാണ് ഈ സ്കൂൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഈ അവസരത്തിൽ വളരെ സന്തോഷത്തോടുകൂടി ഒരു ഓർമ്മ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. എൻ്റെ വീട് തൃശ്ശൂരാണ്. ഞാൻ പഠിച്ച തൃശ്ശൂർ ശ്രീ കേരളവർമ്മ കോളേജിലാണ്. ഞാൻ അവിടെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, അതേസമയം ഞാൻ തൃശ്ശൂർ ചിന്മയ മിഷൻ്റെ, ചിന്മയ യുവ കേന്ദ്രയിൽ, ചിക് എന്നാണ് പറയുക, ഒരു മെമ്പറായിരുന്നു. നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു നിസ്വാർത്ഥ സേവനം ശീലമാക്കുവാൻ വേണ്ടിയിട്ടുള്ള അവരുടെ പരിശീലനങ്ങളുടെ ഭാഗമായി 2003 ഓൾ ഇന്ത്യ ചിന്മയ മിഷൻ സംഘടിപ്പിച്ച അവേക്കനിങ് ഇന്ത്യൻസ് ടു ഇന്ത്യ എന്നൊരു പ്രോഗ്രാം, അതായത് നമ്മുടെ നാടിൻ്റെ നേട്ടങ്ങൾ, ലോകത്തിന് മാതൃകയായിട്ട് മാറിയ ഭാരതത്തിൻ്റെ സംഭാവനകൾ, കലാ, സാഹിത്യം, സംഗീതം,
തുടങ്ങി പൊതുമണ്ഡലങ്ങളായിക്കോട്ടെ, ആയുർവേദമായിക്കോട്ടെ, യോഗയായിക്കോട്ടെ, എല്ലാ മേഖലകളിലുമുള്ള നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ച് ഒരു പുസ്തകം തയ്യാറാക്കി. അവേക്കനിങ് ഇന്ത്യൻസ് ടു ഇന്ത്യ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിനെ ആസ്പദമാക്കിയിട്ട് ഒരു ക്വിസ് കോമ്പറ്റീഷൻ അന്ന് ഓൾ ഇന്ത്യ ലെവലിൽ, ഓൾ കേരള ലെവലിൽ നടന്നപ്പോൾ തൃശ്ശൂർ ബേസ് ആയിക്കൊണ്ട് ഞങ്ങളൊരു 10-20 കുട്ടികളെ ഓരോ റീജിയൻ ഏൽപ്പിച്ചു. എന്നിട്ട് അതാത് സ്ഥലങ്ങളിലുള്ള സ്കൂളുകളിൽ പോയിട്ട് അവരെ ചെന്ന് അവിടുത്തെ ടീച്ചേഴ്സിന് ചെന്ന് ഈ കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവിടുത്തെ കുട്ടികളെ അഡ്രസ്സ് ചെയ്തതുപോലെ സംസാരിച്ചുകൊണ്ട് അവരെ ഈ ക്വിസ് കോമ്പറ്റീഷനിൽ എല്ലാം സെയിം ഡേ നടക്കുന്ന ഒരു പരിപാടിയാണ് പങ്കെടുപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചു. എനിക്കന്ന് കിട്ടിയ റീജിയൻ ചാലക്കുടിയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 2003 ജൂലൈ മാസം മുതൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഞാനിങ്ങനെ എനിക്കറിയില്ല, പ്രത്യേകിച്ച് നമ്മളങ്ങനെ തൃശ്ശൂർ വിട്ട് പുറത്തു പോകാത്തൊരു സമയം, ഞാൻ അവിടെ നിന്ന് ഒരു KSRTC ബസ്സിൽ കയറി വന്ന് കൊടകര, പേരാമ്പ്ര, മറ്റ് പല സ്ഥലങ്ങളിലൊക്കെ ചാലക്കുടിയിൽ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോകുമ്പോൾ അവർക്ക് പറ്റുന്ന വിധത്തിലൊക്കെ പലരും സഹകരിക്കാറുണ്ട്. പക്ഷേ ഇത്രയും അധികം കുട്ടികൾ പങ്കെടുക്കുന്നവർന്ന് വളരെ ചെറിയ 5 പേര് 10 പേരൊക്കെ ഇത് പങ്കെടുക്കാൻ തയ്യാറാവുന്നുള്ളൂ എന്ന ഒരല്പം നിരാശ എന്നെ ബാധിച്ച സമയത്ത് ഞാൻ ഒരു ദിവസം ഇതുപോലെ CKM സ്കൂളിൽ വന്ന്, അന്ന് ഇവിടുത്തെ അധ്യാപിക, എൻ്റെ ഓർമ്മ പേര് ശരിയാണെങ്കിൽ ശൈലജ എന്നൊരു ടീച്ചറാണ്. ആ ടീച്ചറോട് ഞാൻ ഈ കാര്യം സംസാരിച്ച് അവർ കാണിച്ച താല്പര്യം, ഈ വിദ്യാലയം കാണിച്ച താല്പര്യം, അന്ന് ഞാൻ ചാലക്കുടി ഏരിയയിൽ കോർഡിനേറ്റ് ചെയ്യുന്ന ടോട്ടൽ സ്കൂൾസിൽ ഏറ്റവും അധികം കുട്ടികൾ പങ്കെടുത്തത് ഈ വിദ്യാലയത്തിൽ ഉണ്ടായിരുന്നു. ആ പുസ്തകം പൈസ കൊടുത്ത് കുട്ടികൾ വാങ്ങി പഠിച്ച് അന്ന് ഓൾ ഇന്ത്യ ലെവലിൽ സെയിം ഡേ നടന്നിട്ടുള്ള ക്വിസ് കോമ്പറ്റീഷനിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള പെർഫോമൻസ്, പങ്കാളിത്തം കാഴ്ചവെച്ചത് ഈ സ്കൂളായിരുന്നു. അതുകൊണ്ട് എന്നെ വീണ്ടും ഈ സ്കൂളിൽ പരിപാടിക്ക് ക്ഷണിക്കുമ്പോൾ ഈ ഒരു സ്കൂൾ, ഈ ഒരു പശ്ചാത്തലം എൻ്റെ ഹൃദയത്തിൽ അത്രയും നല്ലൊരു ഓർമ്മയായിട്ട് തന്നെ നിലനിൽക്കുന്നു, തിളങ്ങി നിൽക്കുന്നു എന്ന് ഈ അവസരത്തിൽ ഞാൻ സ്നേഹപൂർവ്വം പറയട്ടെ. കിഡ്സ് ഫെസ്റ്റിവലാണല്ലോ, ഒരുപാട് കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾ, 4, 5, 6, 7 വയസ്സൊക്കെയുള്ള കുട്ടികൾ ഒരു വേദിയിൽ വന്നൊരു സദസ്സിനെ, ഒരു സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരുടെ കയ്യിലുള്ള കലകളെ, കഴിവുകളെ പ്രകടിപ്പിക്കുവാനുള്ള ആത്മവിശ്വാസത്തിൻ്റെ ആദ്യ പാഠമാണ് ഇവിടെ രചിക്കപ്പെടുന്നത്. അത്തരത്തിൽ നടക്കുന്ന എല്ലാ പെർഫോമൻസുകൾക്കും അവരൊരുക്കുന്ന എല്ലാ അധ്യാപകർക്കും ഈ സംരംഭത്തിന് പൊതുവെയും എൻ്റെ ആശംസ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.